Hi students, how are you all? Last class we had taken some activity and the story also, and we told the meaning also along with the story. Today we are going to take the activities in story. All of you please take page number 51. Let's read the first activity. Here are few words generally used to describe a person. Refer to a good dictionary and find out the meaning of unfamiliar words given in the list. എന്താണ് അവിടെ കാണുന്നത്? What you see in that box? Yes, there are lots of words. അല്ലേ? ഒരുപാട് വേർഡ്സ് ഉണ്ട് അവിടെ. എന്ത് വേർഡ്സ് ആണ്? Few words generally used to describe a person. ഒരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ്. Do you know what are the meanings? If you have a dictionary, take the dictionary and find out the meaning. Okay. ഏതൊക്കെ വേർഡ്സ് ആണുള്ളത്? ഫ്രണ്ട്ലി, ക്യൂരിയസ്, ഷോർട്ട്, ഹംബിൾ, ഡാർക്ക്, brave, shy, lazy, caring, responsible, helpful, energetic, stubborn, funny, loving, cool, gentle, impatient, calm, quiet, cruel, supportive, faithful, wise, patient, kind, determined, slim, smart, honest, mischievous, weak, foolish, wild, unhappy, and serious. Did you find out the meaning of these all words? I hope so. Now, work in pairs and find out the words that describe your partner. Here they are saying you had to sit in pairs, but it's only can do in our classroom. So, don't worry, just imagine your friend. Okay, ഒരു ഫ്രണ്ടിനെ ഇമാജിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. Understood? Then ask your partner to describe you and you in your term. Describe him or her. അല്ലേ? ആരെയാണെങ്കിലും എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ക്ലാസ്സുള്ള സമയത്തുള്ള ആക്ടിവിറ്റി അല്ലേ, അപ്പോൾ ഒപ്പം ഇരിക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? കൺസിഡർ ദ ഫോളോയിങ് ടൈപ്സ് വൈൽ യു പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച്. ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരാളെ പറ്റിയിട്ട് നമുക്ക് എഴുതണം. എങ്ങനെയാണ് ആള്, അതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവേണ്ടതെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാ വേണ്ടത്? അപ്പിയറൻസ് അല്ലെ? അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് കാഴ്ചക്ക്, എങ്ങനെയാണ് അയാളുടെ രൂപം, അയാളുടെ പ്രായം, അയാളുടെ സ്കിന്നിന്റെ കളറ്, എന്നിങ്ങനെയൊക്കെയാണ് അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ് അപ്പിയറൻസിൽ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അല്ലെ? ഫിസിക്കൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉള്ള അയാളുടെ എന്തെങ്കിലും സ്ട്രെങ്ത്, അയാൾ വെരി സ്മാർട്ടാണ്, അയാൾ വെരി ഡള്ളാണ്, അങ്ങനെയുള്ള അയാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഏതെങ്കിലും ഒന്നും. പിന്നെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് അല്ലെ? അയാളുടെ ആഗ്രഹങ്ങൾ, അയാൾക്ക് ഹി ലൈക്സ് ഐസ്ക്രീം, ഹി ഡസൻറ്റ് ലൈക്ക് ബിരിയാണി, അയാളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ. ഹൗ ദ ക്യാരക്ടർ ഫീൽ അബൌട്ട് ഹിം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ ക്യാരക്ടർ അവരെ ഫീൽ ചെയ്യുന്നത് അല്ലെ? പിന്നെ പേഴ്സണാലിറ്റി ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി അല്ലെ? അതിൻ്റെ അവരുടെ പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് പറയണം. എങ്ങനെയാണ് അവർ വ്യക്തിത്വം, എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളതിനെ പറ്റിയിട്ടാണ്.
പിന്നെ ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി ആസ് ദ സ്റ്റോറി പ്രോഗ്രസ് അല്ലേ. സ്റ്റോറി ഇങ്ങനെ പ്രോഗ്രസ് ആകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ചേഞ്ചസ് ആണ് അവരുടെ പേഴ്സണാലിറ്റിയിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതാം. യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് നിങ്ങളുടെ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും എഴുതാം. അണ്ടർസ്റ്റുഡ്? Let's try to make a sample character sketch. Look at the hints in the develop them. രാമു is ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. രാമു is a 12 years old boy. രാമു 12 year ആയിട്ടുള്ള ഓൾഡ് ബോയ് ആണ്. He is tall and lean. See there, അപ്പിയറൻസിനാണ് പറഞ്ഞിട്ടുള്ളത്. രാമു is a 12 years old അല്ലെ, 12 year ആണ് രാമു. പിന്നെ എന്താണ്, ടോൾ ആൻഡ് ലീൻ ആണ്. അപ്പൊ എന്താണ്, ഇതൊക്കെ രാമുവിന്റെ അപ്പിയറൻസ് ആണ്, അപ്പിയറൻസിനെ പറ്റിയാണ് പറഞ്ഞത്. Then he is always sleepy and people make fun of him, but he is honest. He is always sleepy അല്ലെ, എപ്പോഴും സ്ലീപ്പി ആണ്. ആൻഡ് പീപ്പിൾ മേക്ക് ഫൺ ഓഫ് ഹിം, ആളുകൾ എന്ത് ചെയ്യുന്നു, അവനെ കളിയാക്കും. ബട്ട് ഹി ഈസ് ഓണസ്റ്റ് അല്ലെ. പേഴ്സണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആണ് പറഞ്ഞത്. എന്താണ് സ്ട്രെങ്ത്? ഹി ഈസ് ഓണസ്റ്റ് എന്നുള്ള സ്ട്രെങ്ത് ആണ്. വീക്ക്നെസ് എന്താണ്? ഓൾവേസ് സ്ലീപ്പി ആണ്, പീപ്പിൾ മേക്ക് ഫൺ ഓഫ് ഹിം. അണ്ടർസ്റ്റുഡ്? ഇതുപോലെയാണ് എഴുതേണ്ടത്. Now next one. He likes to listening to the music but he doesn't like sport. അല്ലേ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ആണ്. എന്താ ലൈക്ക്? ലിസണിങ് ടു മ്യൂസിക്. ഡിസ്ലൈക്ക് എന്താണ്? He doesn't like sports. Ramu is a Viking and he is looked down by others. അത് പേഴ്സണാലിറ്റി ആണ് എന്ന് പറയുന്നത്. രാമു എങ്ങനെയാണ്? വീക്ക്ലിംഗ് ആണ്. ആൻഡ് ഹി ഈസ് ലുക്ക് ഡൗൺ അപ്പോൺ ബൈ അതേഴ്സ് അല്ലെ. ആ കാര്യങ്ങളൊക്കെ അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ളത് തുടങ്ങുകയാണ്. ഹി ബിക്കം ബ്രേവ് ആഫ്റ്റർ ആൻ എൻകൗണ്ടർ വിത്ത് എ ടൈഗർ അല്ലെ. അവന് പണ്ട് എങ്ങനെയായിരുന്നു? പേഴ്സണാലിറ്റിന്റെ അതാണ് പറയുന്നത്. എങ്ങനെയായിരുന്നു? വീക്ക്ലിംഗ് ആയിരുന്നു, ലുക്ക് ഡൗൺ ബൈ അതർ പീപ്പിൾ ആണെന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്? ഹി ബിക്കം ബ്രേവ്. അവൻ എന്ത് ചെയ്തു? അവന്റെ പേഴ്സണാലിറ്റി ചേഞ്ചസ് ആണ് അവിടെ കാണിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? അങ്ങനെ ആയിരുന്ന രാമു എന്ത് ചെയ്തു? ബിക്കം ബ്രേവ് ആയി അല്ലെ, നല്ല ധൈര്യശാലിയായി. ആഫ്റ്റർ ആൻ എൻകൗണ്ടർ വിത്ത് എ ടൈഗർ അല്ലെ, ഒരു ടൈഗറുമായിട്ടുള്ള ഇതില് സംഭവത്തിൽ അവൻ എന്ത് ചെയ്യും? അവൻ കുറച്ചും കൂടി ബ്രേവ് ആയി. അതാണ് അതിന്റെ പേഴ്സണാലിറ്റി പറയുന്നത്. ഐ തിങ്ക് ഹി ഡിസേർവ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. മൈ ഒപ്പീനിയൻ ആണ്. എനിക്കെന്താ തോന്നുന്നത്, അവനെ പഴയ പോലെ അല്ല, ഇനി എല്ലാവരും എന്ത് ചെയ്യും? റെസ്പെക്റ്റോട് കൂടി ട്രീറ്റ് ചെയ്യണം എന്നാണ് അതിൽ പറയുന്നത്. അതെന്താണ്? അയാളുടെ ഒപ്പീനിയൻ ആണ്, ഈ പറയുന്ന ആളുടെ ഒപ്പീനിയൻ ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇതിപ്പോ രാമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ പറ്റിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. അതുപോലെയാണ് എന്ത് ചെയ്തേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റിയിട്ട് എഴുതേണ്ടത്. Now the B1, you have read the story The Song of Songs. What do you feel about the character of Tansen? Let's develop the hint given and make a brief character sketch of Tansen. ഇത് എഴുതി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് സ്റ്റോറിയിൽ താൻസൻ ഓർമ്മയില്ലേ? ദ സോങ്സ് ഓഫ് സോങ്സിലെ അതിൽ താൻസന്റെ ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതണം. എന്തൊക്കെ എഴുതാം? അപ്പൊ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് എന്താ നമ്മൾ എഴുതേണ്ടത്? ഫസ്റ്റ് അപ്പിയറൻസ് എഴുതണം. പിന്നെ താൻസന്റെ ഫിസിക്കൽ ആൻഡ് പേഴ്സണൽ സ്ട്രെങ്ത്, വീക്ക്നെസ് എഴുതണം. പിന്നെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് എഴുതണം. ഹൗ ദ ക്യാരക്ടർ ഫീൽ അബൌട്ട് ഹിം ഓർ ഹെർ. പിന്നെ പേഴ്സണാലിറ്റി ദാറ്റ് ബിഗിനിങ് ദ സ്റ്റോറി, ചേഞ്ചസ് ഓഫ് പേഴ്സണാലിറ്റി ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് താൻസിനെ പറ്റിയിട്ട് എഴുതണം. സോ ഫസ്റ്റ് യുവർ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള എന്ത് ചെയ്യണം? യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക്. താൻസിനെ പറ്റിയിട്ടുള്ളത് വി ക്യാൻ റൈറ്റ് ഇൻ പേജ് നമ്പർ 52. ആൻഡ് ദർ ആർ സം ഹിന്റ്സ് ഗിവൺ ബിലോ. കുറച്ച് ഹിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. താൻസൻ ബൗഡ് ദ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. വിച്ച് ആസ്പെക്ട്സ് ഓഫ് താൻസൻസ് ബിഹേവിയർ ഈസ് സീൻ ഹിയർ? സെലക്ട് ദ വേർഡ് ഫ്രം ദോസ് ഗിവൺ ബിലോ. താൻസൻ ബൗഡ് ദ സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിലെന്താണ് സൈലന്റ്? ഏത് ഇതാണ് അവിടെ? റെലവെന്റ് ആണോ, അരോഗന്റ് ആണോ, കെയർഫുള്ളി ആണോ, സ്കോൺഫുള്ളി ആണോ? താൻസന്റെ ഏത് ക്യാരക്ടറാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഡ് നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡ് വെച്ചിട്ട് എഴുതാം. നെക്സ്റ്റ് വൺ, താൻസൻ സേസ് there is someone who sings better than I do. എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരാള്, ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്ത പോലെ ഏറ്റവും സൂട്ട് ആയിട്ടുള്ള വേർഡ് ഏതാണെന്ന്. പ്രൗഡ് ഉണ്ട്, ഡിഫറെന്റ് ഉണ്ട്, എഗോസ്റ്റിക് ഉണ്ട്, ഹംബിൾ ഉണ്ട്. ഏതായിരിക്കും? ഹംബിൾ അല്ലേ.
വളരെ താഴ്മയോടല്ലേ പറഞ്ഞത്, there is someone who sings better than me, എന്നെക്കാൾ നന്നായിട്ട് വേറെ ആളുണ്ട്. എന്തായിരിക്കും? ഹംബിൾ ആണ് അല്ലേ? Now next one. Very well, Ustadji, said Akbar, smiling into Tansen's half-scared eyes. Tansen is afraid of Emperor. Which word tells this above? ഏതാണ് ടാൻസനെ അഫ്രൈഡ് ഓഫ് എംപയറിനോട് അഫ്രൈഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഏത് വേർഡാണ് നമുക്ക് പറഞ്ഞിരുന്നത്? ടാൻസൻസ് ഹാഫ് സ്കേർഡ് ഐസ് അല്ലേ, പകുതി പേടിച്ചിട്ടുള്ള കണ്ണുകൾ. അണ്ടർസ്റ്റുഡ്? സോ ലൈക്ക് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. Now the next one, last one. Tansen know how to get round him. He made a deliberate mistake. Which would be best description of his attitude? ഡെലിബറേറ്റ് മിസ്റ്റേക്ക് എന്നുള്ള സാധനത്തിന് ഏത് വേർഡ് വെച്ചിട്ടാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ക്ലവർ ഉണ്ട്. ക്ലവർ ആണോ, കൈൻഡ് ആണോ, ഷൈ ആണോ? കൈൻഡ് ആണോ? അല്ല. ഷൈ ആണോ? അതല്ല. ഏത് വേർഡാണുള്ളത്? ക്ലവർ. ഒരു ക്ലവർ ആണല്ലോ അവിടെ കാണിച്ചത്. ഹി മെയ്ഡ് ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. എന്താണ്? വളരെ ക്ലവർ ആയിട്ട് താൻസിന്റെ ഗുരുവിനെ കൊണ്ട് സോങ് പാടിപ്പിക്കുകയാണ് ചെയ്തത്. സോ അവിടെ എന്താ ഉപയോഗിക്കുക? ക്ലവർ. അണ്ടർസ്റ്റുഡ്? Like that we have to use the words there. Now you have to write it. Okay. Tansen is the court musician of Emperor Akbar. He hold his emperor in high reverence. എന്നിട്ട് എന്താ എഴുതേണ്ടത്? താൻസന് ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? ഇപ്പൊ ഫസ്റ്റ് താൻസന്റെ അപ്പിയറൻസ് പറഞ്ഞു. താൻസൻ വാസ് എ മ്യൂസിഷ്യൻ അല്ലെ, അങ്ങനെ പറഞ്ഞിട്ട് താൻസൻ എഴുതാം. പിന്നെ നെക്സ്റ്റ് വൺ, താൻസൻ ബോഡ് ഈസ് സൈലന്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലേ, അതിനെ പറ്റിയിട്ട് എഴുതാം. താൻസൻ വാസ് വെരി, നമ്മളവിടെ ഏത് വേർഡാണ് ഉപയോഗിച്ചത്? ആ വേർഡ് എഴുതാം. പിന്നെ താൻസൻ സേസ് ദർ ഈസ് സം വൺ ഹൂ സിങ്സ് ബെറ്റർ ദാൻ ഐ ഡു. അപ്പോൾ അത് താൻസന്റെ എന്താണ്? ഹംബിൾനെസ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ താൻസൻ വാസ് വെരി ഹംബിൾ മാൻ ഹി സെഡ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതാം. പിന്നെ അതുപോലെ തന്നെ താൻസൻ വാസ് സ്കേർഡ്. He was very, though very humble, but he was very scared of the umpire, le നമുക്ക് the Akbar, King Akbar. He was very afraid of King Akbar, but his guru is not like that. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ ആ കുട്ടീൻ്റെത് എങ്ങനെയാണ് എഴുതിയത് അതുപോലെ നമ്മൾ താൻസന്റേതും ഇതുപോലെ ആ കുട്ടീൻ്റെത് പോലെ തന്നെ എഴുതാം. ആദ്യം എന്ത് ചെയ്യുക? താൻസന്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിസിക്കൽ പേഴ്സണൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പറഞ്ഞു. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്, ഹൗ ദ ക്യാരക്ടർ ഫീൽ അബൌട്ട് ഹിം, ക്യാരക്ടർ എന്താണ് ക്യാരക്ടറിനെ പറ്റുള്ളത്. പിന്നെ പേഴ്സണാലിറ്റി, ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി, പിന്നെ ആ ക്യാരക്ടറിന് വരുന്ന ചേഞ്ചസ്. ലാസ്റ്റ് ടാൻസൻ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം പാടുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിൽ നിന്നാണ്, ഞാൻ പാടുന്നത് നിങ്ങളോടുള്ള പേടി കൊണ്ടാണ്, അതുകൊണ്ടാണ് രണ്ടാളുടെ മ്യൂസിക്കിനും വ്യത്യാസം വരുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ഏറ്റവും ലാസ്റ്റ്, യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ക്യാരക്ടർ, നിങ്ങളുടെ ഒപ്പീനിയന് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട്. അപ്പോൾ താൻസനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ്? താൻസൻ ഈസ് എ ഗുഡ് പേഴ്സൺ, താൻസൻ ഈസ് നോട്ട് വെരി വെൽ പേഴ്സൺ. എന്തായാലും ആ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടി എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാം. അണ്ടർസ്റ്റുഡ്? ക്യാൻ യു ഡു ഇറ്റ്? ഓക്കെ. നൗ അതേപോലെ തന്നെ സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് സെയിന്റ് ഹരിദാസ്. നമ്മളെ താൻസന്റെ ഗുരു സെയിന്റ് ഹരിദാസിനെ പറ്റിയിട്ടും അതുപോലെ ക്യാരക്ടർ എന്ത് ചെയ്യുക? സ്കെച്ച് ചെയ്ത. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു? നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ പറ്റി എഴുതാൻ വേണ്ടി പഠിച്ചു. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, രാമു എന്നുള്ളത്. പിന്നെ അതിന് മുമ്പ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഇതാണ് വേണ്ടത്, അപ്പിയറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. രാമുവിനെ പറ്റിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റിയിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ അത് എഴുതണം, ഇതുപോലെ രാമുവിനെ പറ്റി എഴുതിയതുപോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് താൻസനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ എഴുതാണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 സി പാർട്ടായിട്ട് സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് സെന്റ് ഹരിദാസ്. ഇപ്പോൾ നമ്മൾ രാമുവിനെ പറ്റി എഴുതിയതുപോലെയും നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റി എഴുതിയതുപോലെയും താൻസനെ പറ്റി എഴുതിയത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം? സെന്റ് ഹരിദാസിന്റെ ക്യാരക്ടറും ഇപ്പൊ പറഞ്ഞ പോലെ എഴുതണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ. You can write in page number 52. Okay, no need to write in notebook. Now in page number 53, activity 2. Activity 2 is consider of making act play. Okay, did you heard of act and play? Did you seen in our youth festivals, our arts days? There are lots of arts plays, English drama, Malayalam skit, lots of that are there, right?
So here we are making the story into an act or play. Let's read. Many stories have been converted into films and plays. Let's try to convert this story into one act play. Prepare the script and then perform in the school auditorium. ഒരുപാട് സ്റ്റോറീസ് നമ്മൾ ഫിലിംസിലിട്ടും പ്ലേസിലിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? വി ക്യാൻ. സോ അതുപോലെ ഒരു പ്ലേ നമുക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സ്റ്റോറി വെച്ചിട്ട്. അവിടെ ജസ്റ്റ് ഒരു ബിഗിനിങ്ങും കുറച്ച് അതിന്റെ ഇടക്കിടക്കുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ സെന്ററിലുള്ള 2 പോർഷൻസും പിന്നെ ലാസ്റ്റ് ഉള്ള കൺക്ലൂഷനും മാത്രമേ നമുക്ക് എഴുതാണ്ടുള്ളൂ. വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഓൺലി. ഓക്കെ. 1 act play. The Song of Songs. Tansen enters the court of Emperor Akbar. Tansen, long live Emperor Akbar. Other courtiers, long live Emperor Akbar. Akbar, I have been eagerly waiting to listen to your music, dear Tansen. Tansen, at your command, your majesty. He takes his tampura in his hand and starts singing. Everybody listen to the music in rapt attention. After some time, he gets tired and plays his tampura on the carpet. Akbar, embrace Tarzan. Wonderful, superb. I listen to you every day, but I can't seem to have enough. Tarzan bows his gratitude. Did you find out anything here? Yes. In the play we have to add more dialogues. Okay, understood? പ്ലേയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത്? നമുക്കൊരു ഹെഡിങ് കൊടുക്കണം അല്ലേ? 1 act പ്ലേ ആണെങ്കിൽ 1 act പ്ലേ എന്ന് കൊടുക്കണം. എന്നിട്ട് ആ പ്ലേന്റെ നെയിം എന്താണോ, ആ സ്റ്റോറിയുടെ നെയിം എന്താണോ അത് നമുക്ക് പ്ലേക്ക് കൊടുക്കാം അല്ലെ? ദ സോങ് ഓഫ് സോങ്സ് എന്നിട്ട് പ്ലേക്ക് കൊടുക്കണം. വി ഹാവ് ടു ലിസൺ ഇറ്റ് കെയർഫുള്ളി. ഇറ്റ് മേ ബി ആസ്ക് ഇൻ അവർ എക്സാംസ്. ഓക്കെ. സോ താൻസൻ ഫസ്റ്റ് അവിടെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അത് നമ്മൾ സ്റ്റോറി നടക്കാൻ പോകുമ്പോൾ സ്റ്റോറി പോലെ നമുക്ക് സെന്റൻസ് ആക്കിയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഫസ്റ്റ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ഏതാണ് ആ സ്ഥലം, അവിടെ വാട്ട് ആർ ദ തിങ്സ് ആർ ദെയർ, വിച്ച് പ്ലേസ് ഈസ് ദെയർ, ഹു ഓൾ ആർ ദെയർ ഇൻ ദാറ്റ് സീൻ. ദീസ് ഓൾ ആർ തിങ്സ് വി ക്യാൻ റൈറ്റ് ഇൻ 1 paragraph. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിട്ട്, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. താൻസൻ എൻറ്റേഴ്സ് ദ കോർട്ട് ഓഫ് എംപറർ അക്ബർ അല്ലെ? താൻസൻ എംപറർ അക്ബറിന്റെ കോർട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ വിഷ്വൽസ് അവിടെ വേണ്ടി വരും? നമ്മുടെ മനസ്സിലേക്ക് വരിക, താൻസൻ വരുന്നു, എംപറർ അക്ബർ ഉണ്ട്, എംപറർ അക്ബറിന്റെ കുറെ ലോട്ട്സ് ഓഫ് ഹിസ് സെർവൻസ് ആർ ദെയർ, ഹിസ് മിനിസ്റ്റേഴ്സ് ആർ ദെയർ, ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ ദെയർ ഇൻ ദാറ്റ് സ്റ്റേജ് അല്ലെ? എന്നിട്ട് അപ്പൊ ആ വിഷ്വൽ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അവര് തമ്മിലുള്ള കോൺവെർസേഷൻസ് നമ്മൾ സെന്റൻസ് ആയിട്ടല്ല എഴുതേണ്ടത്, നമ്മൾ കറക്റ്റ് ഓരോന്ന് കോൺവെർസേഷൻ ആയിട്ടാണ് എഴുതേണ്ടത്. നമ്മൾ ആ സ്റ്റോറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതെല്ലാം പോസിബിൾ കോൺവെർസേഷൻ ആയിരിക്കും അവർ നടത്തിയിട്ടുണ്ടാവുക. അതൊക്കെ നമ്മൾ ആ സെന്റൻസിൽ നിന്ന് അവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ആക്കിയിട്ട് മാറ്റണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് താൻസൻ ലോങ് ലീവ് എംപയർ അക്ബർ അല്ലെ? അതെന്തായാലും നമ്മൾ പറയും. അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഒരു എംപയറിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും പറയാതെ നമ്മൾ അത് പറയും. അതൊരു കണ്ടീഷൻ ലോങ് ലീവ്, അവരും തിരിച്ചത് റിപ്പീറ്റ് ചെയ്യും. പിന്നെ അക്ബർ, ഐ ഹാവ് ബീൻ ഈഗർലി വെയിറ്റിംഗ് ടു യു ലിസൺ ടു യുവർ മ്യൂസിക് ഡിയർ താൻസൻ അല്ലെ? ഞാൻ വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ മ്യൂസിക് ലിസൺ ചെയ്യാം. താൻസൻ, അറ്റ് യുവർ കമാൻഡ് മജസ്റ്റി, നിങ്ങളുടെ കമാൻഡ്. ദെൻ ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ്, പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നുള്ളത് നമുക്ക് ഡയലോഗായിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ താൻസൻ തമ്പുരു, ഹീസ് പ്ലേസ് തമ്പുര, അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും ഡയലോഗായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഡയലോഗ് മാക്സിമം നമ്മൾ പ്ലേയിൽ കൂട്ടിച്ചേർത്തിട്ട് അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ കമാൻഡ് ആയിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കും. ഹി ടേക്സ് ഹിസ് തമ്പുര ആൻഡ് ഹിസ് ഹാൻഡ് ആൻഡ് സിംഗിങ് അല്ലെ? എവരിബഡി ലിസൺ ടു ദ മ്യൂസിക് ഇൻ ദാറ്റ് അല്ല? അദ്ദേഹം പാടി, എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അങ്ങനെ പിന്നെ ലാസ്റ്റ് അവസാനം അത് പറഞ്ഞിട്ടുണ്ട്, ഹി ഗെറ്റ് ടയേർഡ് ആൻഡ് പ്ലേസ് ഹിസ് തമ്പുര ഓൺ ദ കാർപ്പറ്റ്. ടയേർഡ് ആയപ്പോ തമ്പുര കാർപ്പറ്റിൽ വെച്ചു. അപ്പൊ അടുത്ത ഡയലോഗ്സ് തുടങ്ങാനുള്ള ഒരു ടൈമാണ്.
അപ്പൊ അക്ബർ പറയും, നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത് വണ്ടർഫുൾ സൂപ്പർ, അത് സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഡയലോഗ്സിൽ നമ്മൾ കുറച്ചും കൂടി കൂട്ടിച്ചേർക്കാം. വണ്ടർഫുൾ സൂപ്പർ, ഐ ലിസൺ ടു എവറി ഡേ ബട്ട് ഐ കാൻ സീംസ് ടു ഹാവ് എനഫ്, അല്ലെ, എനിക്ക് മതിയായിട്ട് വരുന്നില്ല. ആ ഡയലോഗിനെ കണ്ടില്ല മാറ്റിയ, അതുപോലെയല്ല വേറെ കുറച്ചും കൂടിയൊക്കെ ഡയലോഗ്സ് വെച്ചിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ താൻസൻ ബൗണ്ട് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെ, അങ്ങനെ തല താഴ്ത്തിയിട്ട് താൻസൻ എന്താണ് പറഞ്ഞത് സ്റ്റോറിയിൽ? ഞാൻ അങ്ങനെയല്ല, അല്ലെ, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ചെറിയ ഒരാളാണ്, എന്നെക്കാളും വലിയ ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അക്ബർ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങളെക്കാട്ടി വലിയ ആളുകളോ എന്ന് വളരെ ആശ്ചര്യത്തോട്ടില്ലേ ചോദിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അപ്പൊ താൻസൻ പറയും, അതെ, എങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അക്ബർ ചോദിച്ചിട്ടുണ്ടാവും, നമുക്ക് ആ സ്റ്റോറിയിലുള്ള അതുപോലെ തന്നെ, അല്ലെ, നമുക്ക് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ അയാൾ താൻസൻ പറയും, ഇല്ല, അയാൾ വരില്ല, അയാൾ വരാത്ത ഒരാളാണ്, നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പൊ താൻസൻ പറയും, അങ്ങനെ കോമൺ ആളായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയും, അല്ലെ, സ്റ്റോറിയിലുള്ള പോലെ. ആൻഡ് അക്ബർ ആൻഡ് താൻസൻ റീച്ച് ദി സാൻഡ് ഹരിദാസ് ആൻഡ്, ഇത് ഇനി അടുത്ത ഒരു സീനാണ്. അവിടെ നമുക്ക് റീച്ച് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഡയലോഗായിട്ട് പറയാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പറയേണ്ടി വരും. അക്ബർ ആൻഡ് താൻസൻ റീച്ച് സാൻഡ് ഹരിദാസ് ആൻഡ് ദ സാൻഡ് ഈസ് ക്വൈറ്റ് ബിസി വിത്ത് ദ ഡെയിലി ക്ലോത്ത്സ്, അല്ലെ. അക്ബർ ആൻഡ് then together, ഗുരുജി we have come to listen to your enhancing music, അല്ലെ, ഗുരുജി, നമ്മൾ നിങ്ങളെ എൻഹാൻസിങ് മ്യൂസിക് ലിസൺ ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പൊ ഗുരുജിന്റെ മറുപടി എന്താണ്? എന്തായിരുന്നു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്? ഹി വിൽ റിപ്ലൈ, ഗുരുജി എന്ന് പറഞ്ഞിട്ട് എഴുതണം എന്ത്? ഐ ആം ഓൾഡ് ഇനഫ് ടു സിംഗ്, അല്ലെ, ഞാൻ പഴയതുപോലെ പാടാൻ വളരെ വയസ്സധികമായിട്ടുണ്ട്, പാട്ട് പാടാനുള്ള വയസ്സിലൊന്നല്ല ഞാനുള്ളത് എന്ന് പറയും. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. താൻസൻ സഡൻലി ടേക്ക് ഹിസ് തമ്പുര ആൻഡ് ഹി ഓഫേർഡ് ഹിസ് ഗുരു ടു സിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അല്ലെ, ഗുരുവിന്റെ മുമ്പിൽ പാടാന്ന് പറഞ്ഞിട്ട് തമ്പുര എടുത്തു. എന്നിട്ട് താൻസന് പാടി തുടങ്ങി. ഹി മീഡ് ഡെലിവറി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ദെൻ സഡൻലി ഹിസ് ഗുരുജി സെഡ് സെന്റ് ഹരിദാസ് എന്ന് അവിടെ കൊടുത്തിട്ട് വാട്ട് യു ഡൂയിങ് സാൻസൺ, വാട്ട് ഹാപ്പൻ ടു യു, അല്ലെ, അവിടെ ചോദിച്ചിട്ടില്ലേ എന്താ നിനക്ക് പറ്റിയത് എന്താണെന്ന്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻസ് അതുപോലെ എഴുതാം. ഓക്കെ, so that is our this act play. I think we will not get much space here. Let's try maximum. If you're not getting space, we can write into the notebook only. Okay, so this is how we have to write the role play. Don't worry, exams will ask like this only. അങ്ങനെ ഒരുപാട് ഒന്നും ചോദിക്കില്ല, ഇതുപോലെ ഒരു പ്ലേ കൊടുത്തിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കുള്ളൂ. സോ വാട്ട് വി ഹാവ് ടു ഡു മീൻസ് യു ഹാവ് ടു ബി തറോ വിത്ത് ദ സ്റ്റോറീസ്, ഓൾ ദ സ്റ്റോറീസ്, എല്ലാ സ്റ്റോറീസും നല്ല തറോ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എക്സാമിന് വി വോണ്ട് ആസ്ക് ദ ആക്ച്വൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ നിലവിൽ നമ്മളിവിടെ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. യു നോ ഇറ്റ് വെരി വെൽ. നമ്മളെ സ്റ്റോറിയിൽ നിന്ന് പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങളോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു ഡയലോഗോ അങ്ങനത്തെ ഒക്കെ ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റോറിയുടെ എൻഡ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ആവുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മോസ്റ്റ്ലി ദ ആക്ടിവിറ്റീസ് സെയിം അതുപോലെ ചോദിക്കില്ലെങ്കിലും ആക്ടിവിറ്റീസിന്റെ ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ആക്ടിവിറ്റീസ് തറോ ആയിരിക്കണം. ആൻഡ് വി ഹാവ് ടു റീഡ് ദ സ്റ്റോറി വെരി കെയർഫുള്ളി ആൻഡ് വെരി വെൽ. അണ്ടർസ്റ്റുഡ്? Then that's it. Then the B1 is record the one act play while you enhance in the school and auditorium, but edit the upload video in the school blog or YouTube with the help of your teacher. ഇത് നിങ്ങളോട് ഈ ആക്ട് പ്ലേ നമ്മൾ എഴുതി ഉണ്ടാക്കിയതിന് ശേഷം വൺ ആക്ട് പ്ലേ പെർഫോം ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വി ക്യാൻ ഡു ദിസ്. First you have to write the play very well, and if you are confident you can have this play also. Okay, act play എന്ത് ചെയ്യാം ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം വീഡിയോ ആയിട്ട്. ഓക്കെ, now let's see the third C in second activity. Tansen shows absolute relevance to his guru Saint Haridas. In the light of reading the story, conduct a discussion in the class topic the need of respect of parents, teachers and elders. അല്ലെ, റെസ്പെക്ട് പാരൻസിനെയും ടീച്ചേഴ്സിനെയും മുതിർന്നവരെയും റെസ്പെക്ട് ചെയ്യുന്നതിൽ നമ്മളോട്
discussion conduct ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. Inshallah we can do it after opening our school. Okay, so you have to only read the first one, A part and B part only. B part if you can do, you can do, it's not compulsory, but yeah, you must write. Okay, so that's it for today. We have to make a little fast because this month last we are expecting our exams. Inshallah, I hope we can complete this very fast and we can do at least one time revision. Okay, so that's it for today. Bye, take care.